പ്രിയപ്പെട്ടവരെ, എല്ലാവരിലും പരമകാരുണികൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് ചെയ്ത കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഒരു തീയതി ഒരു ദിവസത്തിൽ മാത്രം വരുന്ന രൂപത്തിലാണ് ചന്ദ്രൻ്റെ ബുദ്ധിക്ഷയങ്ങൾ സൃഷ്ടികർത്താവ് സംവിധാനിച്ചിട്ടുള്ളത്. അത് നമുക്ക് എളുപ്പം ചന്ദ്രൻ്റെ ബുദ്ധിക്ഷയങ്ങൾ നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ഒരു വിശദീകരണമാണ് തുടർന്നുള്ള വീഡിയോകളിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ മാസവും നാം ആകാശത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത വലിപ്പത്തിൽ കാണപ്പെടുന്ന ഒരു ചിത്രമാണ് ഇത്. ഇവയിൽ നമുക്കറിയാവുന്നതുപോലെ വളർന്നു വരുന്ന ചന്ദ്രൻ്റെ ഘട്ടങ്ങളും ക്ഷയിച്ച് പോകുന്ന ഘട്ടങ്ങളുമുണ്ട്. ഇവയിൽ ഒരു ഘട്ടം നമുക്ക് ഭൂമിയിൽ നിന്ന് കാണുക സാധ്യമല്ല. അതാണ് ഈ കാണുന്നത്. അത് മാസത്തിൻ്റെ അവസാനത്തെ ദിവസമാണ്. അത് കാണാതിരിക്കാൻ കാരണം ചന്ദ്രൻ്റെ ഒരു ഭാഗം മാത്രമാണ് എപ്പോഴും ഭൂമിക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നത്. മറുഭാഗം ഒരിക്കലും ഭൂമിക്ക് നേരെ വരുന്നില്ല. ഈ ഭൂമിക്ക് നേരെയുള്ള ഭാഗത്ത് സൂര്യൻ്റെ പ്രകാശം പതിക്കുമ്പോഴാണ് നമ്മൾ ചന്ദ്രനെ കാണുന്നത്. സൂര്യൻ്റെ പ്രകാശം പതിക്കുന്ന അളവിൻ്റെ തോതനുസരിച്ച് ആണ് നമ്മൾ ചന്ദ്രനെ വിവിധ വലിപ്പങ്ങളിൽ കാണുന്നത്. സൂര്യൻ്റെ പ്രകാശം തീരെ പതിക്കാത്ത ഒരു ഘട്ടമാണ് ഈ കാണാതിരിക്കുന്ന ഘട്ടം. ആ ഘട്ടത്തിൽ സൂര്യൻ ചന്ദ്രൻ്റെ നേരെ എതിർഭാഗത്ത്, ഭൂമിക്ക് എതിരായ ഭാഗത്താണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് സൂര്യൻ്റെ പ്രകാശം ഭൂമിക്ക് നേരെയുള്ള ഭാഗത്ത് പതിക്കാത്തത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിനെ കാണാത്തത്. ബാക്കിയുള്ള എല്ലാ ഘട്ടങ്ങളിലും സൂര്യൻ്റെ പ്രകാശം പതിക്കുന്നതിൻ്റെ ഫലമായി നമുക്ക് ഭൂമിയിൽ നിന്ന് ചന്ദ്രനെ വിവിധ വലിപ്പങ്ങളിൽ കാണാൻ സാധിക്കും. ഈ കാണാതിരിക്കുന്ന ഈ ഘട്ടം മുതലാണ് ചന്ദ്രൻ്റെ ഭൂമിക്ക് ചുറ്റുമുള്ള പരിക്രമണം ആരംഭിക്കുന്നത്. ഭൂമിയെ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ചന്ദ്രൻ ചുറ്റുന്നത്. അങ്ങനെ ചുറ്റുമ്പോൾ ചന്ദ്രൻ്റെ സ്ഥാനം ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് അതിൻ്റെ വലിപ്പവും മാറിക്കൊണ്ടിരിക്കും.